എല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കെന്താ ട്രൈ ചെയ്താൽ? അപ്പല്ലേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ വൈറൽ മത്തിയാണ് കേട്ടോ. എന്താവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കുക. തീ സിമ്മിലിട്ടോളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഗൈസ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുനുകുനാന്നരിഞ്ഞ വലിയ ഉള്ളിയാണ് കേട്ടോ. ചെറുള്ളി ചതച്ചതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഈ സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഉപ്പും കൂടി നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പിലിട്ട് ലാസ്റ്റ് കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചാൽ നമ്മുടെ സംഭവം സെറ്റ്. പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഉണ്ടല്ലോ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. നിരത്തി വെച്ചാൽ മാത്രം പോരാ, നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതൊന്ന് മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, ഒന്ന് പതുക്കെ വേണം മറിച്ചിടാൻ. അപ്പോൾ ഓരോന്നും ഞാൻ എടുത്ത് മറിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ വൈറൽ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കെന്തോ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ടിട്ട് വറക്കണം ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും എല്ലാവരും ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കണത് നല്ലതല്ലേ. എന്തായാലും നമ്മുടെ വൈറൽ മത്തി എല്ലാവരും ട്രൈ ചെയ്യണേ.